വരാൻ പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഗിരിക്ക് ആരെങ്കിലുമായിട്ട് ബിസിനസ് റൈവൽറി? ഇല്ല സർ. ഐ എം സോറി ടു ആസ്ക്, യുവർ വൈഫ് ഹാസ് എനി എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, അങ്ങനെ എന്തെങ്കിലും? മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരം കേസുകളിൽ അത്തരം പോസിബിലിറ്റിക്ക് ചാൻസസ് കൂടുതലാണ്. ഗിരിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നോ സർ. അനിത ഓർഫൻ ആയിരുന്നു അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. ഗിരി, താങ്ക് യു സർ. ജനിപ്പ പോയേ സർ. സർ പ്ലീസ് സർ. ആ ഫാമിലി മർഡർ കേസിലെ അയ്യപ്പ സാർ അല്ലെങ്കിലേ ടെൻഷനില്ല. ഞാനും ആ കേസിന്റെ കാര്യം പറയാനാ വന്നത്. ആ പെറ്റി കേസിന്റെ പേര് ഷോ കാണിക്കാതിരുന്നെങ്കിലേ ഞാൻ എന്തെങ്കിലും ചെയ്താൽ. സർ സർ ഇത് SP ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തേ. സർ ഈ ഒരു ഒറ്റ തവണ ഈ ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു ആ പോകണം. മൂന്നാമത്തെ സ്റ്റേഷനിലെ വിറ്റ്നസിനെ ഞാൻ വിളിച്ചേ. സർ ഈ രണ്ട് കേസും അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ക്രൈം പാറ്റേൺസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എന്ത് ഡിഫറൻസ്? സർ സർ ഇത് സി സർ, ഇത് ഫസ്റ്റ് മർഡർ സ്പോട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ആണ്. സി സർ, ഇതിൽ കൊലയാളി ഉപയോഗിച്ചത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിഗരറ്റ് ബഡ്സ് ആണ്. എല്ലാം ഇന്ത്യൻ ബ്രാൻഡ്സിന്റെ. ഇത് നോക്കൂ സർ, ഈ മർഡറിലും സെയിം പാറ്റേൺ ആണ്. പക്ഷേ ഇത് ഈ ലാസ്റ്റ് മർഡറിൽ ഇതിലെ എല്ലാ സിഗരറ്റ് ബഡ്സും ഒരേ കമ്പനിയുടെ. ഒന്നും ഇന്ത്യൻ അല്ല, ഫോറിൻ ബ്രാൻഡ്സ്. ഓക്കെ, ഞങ്ങൾ അന്വേഷിക്കാം. ദാ. സർ എനിക്കൊരാളെ സംശയമുണ്ട്. ആരെ? ആ മരിച്ച സ്ത്രീയുടെ ഭർത്താവിന്. അയാളും സെയിം ബ്രാൻഡ് സിഗരറ്റാ യൂസ് ചെയ്യുന്നത്. സാർ ഒരു സിഗരറ്റ് ഒക്കെ വെച്ച്. അത് മാത്രമല്ല സർ, അയാളുടെ ആ കാർ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, മോർച്ചറിയുടെ മുമ്പിൽ വെച്ച്. യെസ് സർ, ഐ എം ഷുവർ. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രൈം നടന്ന അതേ ദിവസം. ഞങ്ങൾ അന്വേഷിക്കാം മാഡം. യു മേ ഗോ പ്ലീസ്. അൻവർ, ആ ഫയൽ കൊടുത്തേക്ക്. താങ്ക് യു.